രജീന മാരീഡാണെന്നാണ് ഇറങ്ങിയതായോ. എടാ, നല്ല പെൺപിള്ളേരെ കാണുമ്പോഴും നല്ല ബിസിനസ് അറിയാവുന്ന ജീവിക്കാൻ പഠിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോഴും നിനക്കൊക്കെ തീരെ സഹിക്കുന്നില്ലെങ്കിൽ രജീന മാരീഡാണോ? അല്ല പണം നല്ല ജോലിയുള്ള പെണ്ണിനെയൊക്കെ കാണുമ്പോൾ നിനക്കൊക്കെ ഇച്ചിരി കഴപ്പും മൂക്കും. കാരണം നിനക്കൊക്കെ തളർത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതിയല്ലോ. പെണ്ണുങ്ങൾ അധ്വാനിച്ചോണ്ടങ്ങ് വരുമല്ലോ. നിനക്ക് കല്യാണം കഴിക്കണോ രജീനെ? അപ്പോൾ രജീന അയച്ചെന്ന നൂലാണ് ഞാൻ കാണിക്കുന്നത്. നീ ഇപ്പം ഈ നൂലും കണ്ടുകൊണ്ടിരുന്നാൽ മതി. പിന്നെ നീ രജീനയുടെ മുഖം നീ സങ്കല്പത്തിലൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് നെയ്യുന്നുണ്ട്. രജീന എന്തുപോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. രജീനയൊന്നും നിനക്ക് കിട്ടത്തില്ല. നല്ല എൻ്റെ കൂടെ എന്നെപ്പോലെ നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് രജീന, കേട്ടോ. ഞാൻ ആപ്പയും ഉപ്പയോ നിന്നെപ്പോലുള്ള പല വിഴുങ്ങികളെ ഒന്നും കൂട്ടുപിടിക്കത്തൊന്നുമില്ല. ആപ്പയും ഉപ്പയായിട്ടൊന്നും അല്ല എനിക്ക് കൂട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. രജീനയ്ക്കൊരു ജീവിതം കൊടുക്കാന് നീ അങ്ങനെ പോകും വേണ്ട. രജീനയുടെ ജീവിക്ക് അവരെ അവിടെ ജീവിക്കുന്നുണ്ട്. നീ അങ്ങനെ ഇപ്പോൾ രജീനയ്ക്ക് ജീവിതം കൊടുക്കണം. നിന്റെ കയ്യിൽ എന്തോ മൈരുണ്ടായിട്ടാ നീ രജീനയ്ക്ക് ജീവിതം കൊടുക്കാൻ പോകുന്ന? വല്ല കയ്യിൽ വല്ല പൈസയുണ്ടോ? ഉണ്ടോ? ഒരു മൈരും ഇല്ല. അധ്വാനിക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ തീരെ കഴപ്പായില്ലയോ? രജീനയ്ക്ക് ജീവിതം കൊടുക്കാനാന്ന്. നിനക്കിനി രജീന ജോലി ചെയ്തതായിരുന്നത് അതും നീ അങ്ങനെ കഷ്ടപ്പെട്ട് രജീനയ്ക്ക് ജീവിതം കൊടുക്കണ്ട, കേട്ടോ. അവര് ജീവിക്കുന്നുണ്ട്, നന്നായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. റജീനയ്ക്ക് ജീവിതം കൊടുക്കാൻ എന്തോ ഒരു കട്ടപ്പാട് നിനക്ക്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. അല്ലെങ്കിലും ഈ ആൺമൈരികൾക്കെല്ലാം ഇങ്ങനെയാണ്. നല്ല ഇത്തിരി സൗന്ദര്യവും ഇത്തിരി പൈസയും ഒക്കെ ഉള്ള പെൺപിള്ളേരെ കാണുന്നുണ്ട്. ഇത്തിരി ഇളക്കം കൂടുതലായി നിൽക്കുന്നു. അതാ പറഞ്ഞത്, ഗുരു ദിവ്യാനാഗ സൈരേന്ദ്രയുടെ കൂടെ കൂട്ടുകൂടണം. നല്ല പെൺപിള്ളേരൊക്കെ എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നിന്റെയൊക്കെ ഭാഗത്ത് ഏതൊക്കെ പെണ്ണുങ്ങളാണ് വരുന്നതെന്നറിയാവോ? ഒളിച്ചു നിന്ന് നിന്നോടൊക്കെ അടുപ്പം കൂടി നിന്നെയൊക്കെ ഊമ്പിക്കുന്ന പെണ്ണുങ്ങളെ നിനക്കൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ നാഗാദേവിയുടെ അടുത്ത് കൂട്ടുകൂടാൻ വന്നാൽ ഇതുപോലെ നന്നായിട്ട് ജീവിക്കാൻ അറിയാവുന്ന പെൺപിള്ളേരെയും ജോലി ചെയ്യുന്ന പെൺപിള്ളേരെയും ഒക്കെയാണ് നാഗാദേവിയുടെ അടുത്തുള്ളത്. കാരണം എന്താ, നാഗാദേവി അങ്ങനെയുള്ളവരെ മാത്രമേ കൂട്ടുകൂടത്തുള്ളൂ.